നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും കാണുന്ന ടാറ്റയും റിലയൻസും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന പല വലിയ ബ്രാൻഡുകൾക്കും പിന്നിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ചില ഹിഡൻ ജയൻസ് ഉണ്ട്. വിപണിയിൽ വെറും ഒരു നിക്ഷേപകൻ എന്നതിലുപരി ഒരു ബിസിനസ് പാർട്ട്ണർ എന്ന നിലയിൽ ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥ ലാഭം ഉണ്ടാവുന്നത്. ഒരു കമ്പനി എന്ത് ചെയ്യുന്നു എന്നതിലെ ക്യൂരിയോസിറ്റിയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ വിധി മാറ്റുന്നത്. ചില ബിസിനസ്സുകളുണ്ട്, അതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾ അധികം ശ്രദ്ധിക്കാത്ത എന്നാൽ സാധ്യതയുള്ള ഒരു മേഖലയുണ്ട്. ആ മേഖലയിലെ കമ്പനിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇൻഡസ്ട്രിയെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും നമുക്കൊന്ന് പഠിക്കാം. ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് രംഗത്ത് വളർന്നു വരുന്ന യൂണിമെക് എയ്റോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ആദ്യം കമ്പനി വർക്ക് ചെയ്യുന്ന ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് മേഖലയുടെ കാര്യമൊന്ന് നോക്കാം. സാധാരണ നിർമ്മാണ രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഉൽപ്പന്നത്തിന്റെ അളവുകളിൽ യാതൊരുവിധ മാറ്റവുമില്ലാതെ അങ്ങേയറ്റം കൃത്യതയോടെ വസ്തുക്കൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ്. ഇവിടെ അളവുകൾ കണക്കാക്കുന്നത് മില്ലിമീറ്ററിലല്ല, മറിച്ച് മൈക്രോണുകളിലാണ്. അതായത് 1 മില്ലിമീറ്ററിന്റെ 1000-1 ഭാഗം, ഒരു തലനാരിഴയുടെ 100-1 ഭാഗം പോലും അളവിൽ വ്യത്യാസം വരാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിലാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. തെറ്റുകൾക്ക് ഇവിടെ സ്ഥാനമില്ല, അതായത് സീറോ ടോളറൻസ് ആണ്. കാരണം ഒരു വിമാനത്തിന്റെ എഞ്ചിനിലെ ചെറിയൊരു ഭാഗത്തിന്റെ അളവിൽ മാറ്റം വന്നാൽ പോലും അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. അത്യാധുനിക CNC മെഷീനുകൾ, ലേസർ അളക്കൽ സംവിധാനങ്ങൾ, റോബോട്ടിക്സ് എന്നിവയുടെ സഹായത്തോടെയാണ് ഈ കൃത്യത ഉറപ്പാക്കുന്നത്. വ്യോമയാനം, സെമി കണ്ടക്ടർ, ചിപ്പ് നിർമ്മാണം, അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ, ന്യൂക്ലിയർ എനർജി തുടങ്ങിയ നിർണായക മേഖലകളുടെ നട്ടെല്ലാണ് ഈ വ്യവസായം. ചുരുക്കത്തിൽ ഡിസൈൻ പേപ്പറിൽ വരച്ച രൂപരേഖ ഒരു തരിമ്പ് മാറ്റമില്ലാതെ യാഥാർത്ഥ്യമാകുന്ന ഭാവി സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാന ശിലയാണിത്. സങ്കീർണമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ സ്ഥാപനമാണ് യൂണിമെക്. ഉപഭോക്താക്കൾ നൽകുന്ന പ്ലാൻ അനുസരിച്ചുള്ള നിർമ്മാണവും ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിസൈൻ വികസിപ്പിക്കുന്നുള്ള നിർമ്മാണവും ഇവിടെ ലഭ്യമാണ്. എയ്റോസ്പേസ്, എനർജി, സെമി കണ്ടക്ടർ എന്നീ മേഖലകളിലെ ക്ലയന്റുകൾക്കായി മെഷീനിങ്, ഫാബ്രിക്കേഷൻ, അസംബ്ലി, ടെസ്റ്റിംഗ് എന്നിവയ്ക്കൊപ്പം സവിശേഷമായ കസ്റ്റം ഉൽപ്പന്നങ്ങളും കമ്പനി നിർമ്മിച്ചു നൽകുന്നു. അത്യാധുനികമായ CNC മെഷീനുകൾ, കൃത്യതയാർന്ന അളവെടുപ്പ് ഉപകരണങ്ങൾ, ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ എന്നിവ സജ്ജീകരിച്ച ഫാക്ടറികളിലാണ് ഈ സ്ഥാപനത്തിന്റെ കരുത്ത്. ലോകമെമ്പാടുമുള്ള പ്രമുഖ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനികളിലെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് 5 മൈക്രോൺ വരെ കൃത്യതയുള്ള എയ്റോസ്പേസ് ഘടകങ്ങൾ നിർമ്മിക്കുന്നതിൽ ഈ കമ്പനി പ്രത്യേക വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. 2016 പ്രവർത്തനം ആരംഭിച്ച യൂണിമെക് എയ്റോസ്പേസ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് മേഖലയിൽ തങ്ങളുടെ ചുവടുറപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ 3 അത്യാധുനിക നിർമ്മാണശാലകളാണ് കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ലോകോത്തര നിലവാരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളാൽ സജ്ജമാണ്. 850-ലധികം വരുന്ന എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് വിദഗ്ധരുടെ കരുത്തും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ആഗോളതലത്തിൽ വ്യോമയാന രംഗത്തെ പ്രമുഖരായ 20-ലധികം വമ്പൻ കമ്പനികൾ ഇന്ന് യൂണിമെക്കിന്റെ ക്ലയന്റുകളാണ്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് കമ്പനി കൈവരിച്ച വിശ്വാസ്യതയിലേക്കും ഭാവിയിലെ വലിയ സാധ്യതകളിലേക്കുമാണ്. ഇപ്പോൾ യൂണിമെക് എയ്റോസ്പേസ് ഹോബൽ ബെല്ലോസ് എന്ന കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ബിസിനസ്സിൽ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. വെറുമൊരു യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി എന്ന നിലയിൽ നിന്നും സങ്കീർണമായ സബ്സിസ്റ്റങ്ങളും അസംബ്ലികളെയും നിർമ്മിക്കുന്ന കമ്പനിയായി യൂണിമെക് ഇതോടെ മാറും. ഏകദേശം 450 കോടി രൂപ മൂല്യമുള്ളതാണ് ഈ കരാർ. ഹോബൽ ബെല്ലോസ് എന്ന കമ്പനിയെ ഏറ്റെടുത്തത് യൂണിമെക്കിന്റെ ബിസിനസ് വളർച്ചയിൽ നിർണായകമായ ഒരു ചുവടുവെപ്പാണ്. കാരണം മെറ്റാലിക് ബെല്ലോസ്, എക്സ്പോൻഷൻ ജോയിന്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ മുൻപന്തിയിലുള്ള ഹോബലിന്റെ വരവോടെ മെറ്റൽ ഫോമിംഗ്, അഡ്വാൻസ് വെൽഡിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ യൂണിമെക്കിന് വലിയ കരുത്ത് ലഭിക്കും. ഏകദേശം 24 മാസത്തെ സമയം 100 കോടി രൂപയും ചിലവാക്കി നേടിയെടുക്കേണ്ട ഈ സാങ്കേതിക മികവ് ഈ ഏറ്റെടുക്കലിലൂടെ കമ്പനിക്ക് വേഗത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചു. ഇതിന്റെ ഫലമായി 2025 മുതൽ 28 വരെയുള്ള കാലയളവിൽ കമ്പനിയുടെ വരുമാനത്തിൽ 44.9% വാർഷിക വളർച്ചയാണ് കണക്കാക്കുന്നത്. ലാഭത്തിൽ 20.5% വാർഷിക വളർച്ചയും പ്രതീക്ഷിക്കുന്നുണ്ട്. വിമാനങ്ങൾക്കും സ്പേസ് ആവശ്യങ്ങൾക്കും പുറമെ ന്യൂക്ലിയർ, സെമി കണ്ടക്ടർ, ഡിഫൻസ്, ഡാറ്റാ സെന്ററുകൾ എന്നീ വലിയ മേഖലകളിലേക്ക് ഹോബലിന്റെ ഉൽപ്പന്നങ്ങൾ വഴി യൂണിമെക്കിന് പ്രവേശനം ലഭിക്കുന്നതോടെ ലാഭക്ഷമതയും 16.1% വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ചുരുക്കത്തിൽ വെറും ഒരു പാർട്സ് നിർമ്മാണ കമ്പനി എന്ന നിലയിൽ നിന്ന് വലിയ സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്ന ആഗോള കമ്പനിയായി യൂണിമെക് മാറുകയാണ്. ഹോബൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലെ വൻകിട ഡാറ്റാ സെന്ററുകളിലും ഹൈപ്പർ സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചറുകളിലും അതീവ നിർണായകമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്.
മെറ്റൽ ഫോമിംഗ്, ട്യൂബ് ബെൻഡിംഗ്, ഷീറ്റ് മെറ്റൽ ഫാബ്രിക്കേഷൻ എന്നീ മേഖലകളിൽ ഹോബലിനുള്ള വൈദഗ്ധ്യം വിവിധ വ്യവസായങ്ങളിൽ വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. എയ്റോസ്പേസ് മേഖലയിലെ എഞ്ചിൻ ട്യൂബിംഗ്, എക്സാസ്റ്റ് സിസ്റ്റങ്ങൾ, ഫ്യൂവൽ ലൈനുകൾ എന്നിവയിലും ന്യൂക്ലിയർ പ്ലാന്റുകളിലെ റിയാക്ടറുകളെയും സ്റ്റീം ജനറേറ്ററുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സങ്കീർണമായ പൈപ്പിംഗ് സംവിധാനങ്ങളിലും ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് ആവശ്യമായ സവിശേഷ ഉപകരണങ്ങളിലും ഹോബലിന്റെ സാങ്കേതികവിദ്യ പ്രധാന പങ്ക് വഹിക്കും. ഈ മേഖലകളിലെ പുതിയ സാധ്യതകൾ കൂടി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ കമ്പനിയുടെ നിലവിലെ 15.17% വളർച്ചാ നിരക്കിനേക്കാൾ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, എയ്റോ ടൂളിംഗ് മേഖലയിലെ താരിഫ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ 2027 സാമ്പത്തിക വർഷത്തേക്കുള്ള വളർച്ചാ സാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ, സെമി കണ്ടക്ടർ, ഡിഫൻസ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള കമ്പനിയുടെ ചുവടുവയ്പ് വളർച്ചയ്ക്ക് കൂടുതൽ വേഗത പകരും. 2027-28 വർഷങ്ങളിലെ ലാഭവിഹിതം ഏകദേശം 28% വരെ വർദ്ധിക്കാനുള്ള സാധ്യതകളും ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. 2025-28 കാലയളവിൽ വരുമാനത്തിൽ 44%, ലാഭത്തിൽ 20% CAGR വളർച്ച പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കമ്പനിയുടെ ആസ്തികളിൽ നിന്നുള്ള ലാഭം 16% ഉയർത്തും. യൂണിമെക്കിന്റെ സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ചാൽ കമ്പനി കൈവരിക്കാൻ പോകുന്ന വലിയ കുതിച്ചുചാട്ടം വ്യക്തമാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ 2088 മില്യൺ രൂപയായിരുന്ന വരുമാനം 2027ഓടെ 4945 മില്യൺ രൂപയായും 2028 7391 മില്യൺ രൂപയായും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 2027 മാത്രം വരുമാനത്തിൽ 100% വളർച്ച കമ്പനി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനിയുടെ ലാഭക്ഷമതയുടെ സൂചികയായ എബിറ്റ മാർജിൻ 34% മുതൽ 38% വരെ മികച്ച നിലവാരത്തിൽ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം നോക്കിയാലും 835 മില്യൺ രൂപയിൽ നിന്ന് 1460 മില്യൺ രൂപയിലേക്ക് ഉയരുമെന്നും പ്രവചിക്കുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ കമ്പനിയുടെ ആസ്തി 2024 1086 മില്യൺ രൂപയിൽ നിന്ന് 2028ഓടെ 9746 മില്യൺ രൂപയായി വർദ്ധിക്കുമെന്നത് കമ്പനിയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ശക്തമാണെന്നും കാണിക്കുന്നു. ചുരുക്കത്തിൽ വരുമാനത്തിലും ലാഭത്തിലും ആസ്തിയിലും ഒരുപോലെ വലിയ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ഒരു കമ്പനിയാണിത്. കമ്പനിയുടെ സാമ്പത്തിക റേഷ്യോകൾ കൂടി പരിശോധിക്കാം. ബിസിനസിന്റെ കാര്യക്ഷമത ഇതിൽ നിന്ന് വ്യക്തമാകും. 2024 54.4% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇടക്കാലത്തെ ചില മാറ്റങ്ങൾക്ക് ശേഷം 2028ഓടെ 16.1 എന്ന സ്ഥിരതയുള്ള നിലവാരത്തിലേക്ക് എത്തുമെന്ന് കണക്കാക്കാം. കമ്പനിയുടെ വാല്യുവേഷൻ സൂചകമായ PE റേഷ്യോ 2024 79.8 നിന്ന് 2028 36.7 എന്ന കൂടുതൽ ആകർഷകമായ നിലയിലേക്ക് മാറുമെന്ന് നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. കൂടാതെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വരും വർഷങ്ങളിൽ ശക്തമായി തുടരുമെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതൊരു ബിസിനസിനെയും പോലെ യൂണിമെക്കിനും ചില വെല്ലുവിളികൾ നേരിടാനുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനിയുടെ വരുമാനം പ്രധാനമായും ആദ്യ 10 വലിയ ക്ലയന്റുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. ഈ പ്രധാന ഉപഭോക്താക്കളുമായ കരാറുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കമ്പനിയുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പുതിയതായി ഏറ്റെടുത്ത ഹോബൽ കമ്പനിയുടെ വളർച്ചയിൽ അവിടുത്തെ പ്രധാന എക്സിക്യൂട്ടീവുകളുടെ പങ്ക് വളരെ വലുതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഹോബലിന്റെ ഈ നേതൃനിര കമ്പനി വിട്ടുപോവുകയാണെങ്കിൽ അത് യൂണിമെക്കിന്റെ ഭാവി വളർച്ചാ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും താൽക്കാലികമായെങ്കിലും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം റിസ്കുകൾ കൂടി കമ്പനിക്ക് നേരിടേണ്ടി വന്നേക്കാം. വെറുമൊരു പാർട്സ് നിർമ്മാണ കമ്പനി എന്ന നിലയിൽ നിന്ന് വലിയ സബ്സിസ്റ്റങ്ങൾ വികസിപ്പിക്കുന്ന ആഗോള കമ്പനിയായി യൂണിമെക്ക് മാറിയിട്ടുണ്ട്. ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എന്ന നിശബ്ദ വിപ്ലവത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ഈ കമ്പനി ഭാവിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. കമ്പനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? താഴെ കമന്റ് ചെയ്യുക.